അയ്യോ. അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് ഒരു 10 കിലോൻ്റെ ഒരു അടിപൊളി മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് നമ്മൾ നല്ല സെറ്റപ്പായിട്ടൊരു ഷവർമ ഗ്രില്ല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നല്ല ചാർക്കോളൊക്കെ നിറച്ചിട്ട് ഈ സാധനത്തിന് അങ്ങനെ കനലിൽ ചുട്ടെടുക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ സാധനത്തിന് ഷവർമ വെക്കും. അതാണ് പരിപാടി. അപ്പോൾ പോവല്ലേ? അങ്ങനെ തരില്ലേ മീൻ താട്ട് പനി തുടങ്ങണം. അയ്യോ ഇരിക്കട്ടെ മോനെ. അപ്പോളേ ഇതിൻ്റെ തോല് ചീന്താണ്. എങ്ങനെയാണ് ഈ സാധനം കിട്ടുന്നത് വെച്ചാൽ അതേമാതിരി ഉണ്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരണം. എടപ്പം പിടിക്കാം മോനെ. കേട്ടോ നല്ല തിക്കായിട്ട് ഈ സാധനം ഇങ്ങനെ വരും. പിന്നെ ചതമ്പലും കാര്യങ്ങളാണ്. വലിയ പണിയൊന്നുമല്ലേ, വേഗം പോരുണ്ട്. വെളുത്തുള്ളിപ്പൊടി, ഇഞ്ചിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം ഇതാ പോണു. ഇതൊക്കെ പാടെ മിക്സ് ചെയ്യാനാണ്. അപ്പോൾ അതേ ഇങ്ങനെ പോട്ടെ. തോന മസാല ഒന്നും നമ്മൾ അങ്ങനെ എടുക്കണില്ല, കാരണം ഷവർമല്ലേ. നമുക്ക് എരിയും പുളിയും മാട്ടിച്ചിട്ടാണ് കുറച്ച് സാധനങ്ങൾ ഇറക്കിയത്. കുറച്ച് മുളകും സാധനങ്ങളൊക്കെ. ഇനി മസാല നേരെ പിടിപ്പിച്ച് ഉള്ളിലൊക്കെ പോട്ടെ. ഉള്ളിലൊക്കെ നേരെ മസാല കയറി ഇരുന്നിട്ട് പിടിച്ചിട്ട് വേണം സാധനം നമ്മുടെ അടുപ്പത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അടുപ്പത്തേക്കല്ല, ഷവർമയുടെ കുറ്റിക്ക് എല്ലാ സൈഡും സെറ്റ്. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ടർക്കി ഉണ്ടാക്കിയ ഡ്രമ്മുണ്ടല്ലോ, ആ സാധനം ചവിട്ടി കൂട്ടിയിട്ട് നമ്മളിതാ ഒരു ഷവർമ മെഷീൻ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പകുതി മുറിച്ച് ഗ്രില്ലടിച്ച് കരിയിടാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് സാധനം 20 കിലോ ഉള്ള ഒരു കരിയുടെ ചാക്കോ. ഈ സാധനം ഇതൊക്കെ നിറയ്ക്കാനുള്ളതാണ്. വലുപ്പം കണ്ടോ ഓരോന്നിൻ്റെ? കേട്ടോ ഇതിങ്ങനെ ഇനി നിറച്ചോണ്ടേ ഇരിക്കണം. ഫിഷ് ഗ്രില്ലിനുള്ള ഫുള്ള് സാധനം. അപ്പോൾ മീൻ വേവാൻ മാത്രമുള്ള കനൽ ലോഡഡാണ് സാധനം, അത് മതി. അപ്പോൾ കരി എത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ത്രോറാണ് ഇറക്കിയത്. അപ്പോൾ കത്തിച്ച് തുടങ്ങല്ലേ? ടക്കണിങ്ങനെ കത്തും, കയ്യമ്പിക്ക് പൊട്ടി തെറിക്കണ്ടേ. കരിമാരിട്ട് പടക്കട്ടോ. അതിൻ്റെ പഴയെടുക്കാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കേട്ടല്ലേ? നല്ല ചൂടുണ്ടെന്ന് അറിയാം. എങ്ങനെയും ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇരിക്കാം. ആയി വാ സെറ്റ്. നിൽക്ക് എന്നാ ഒന്നാട് കെട്ടി കൊടുത്തോ. എന്നാൽ സാധനം ഇങ്ങനെ തൂങ്ങി കിടന്ന് ഇങ്ങനെ ആയിക്കോളും. നല്ല ചൂടുണ്ടല്ലേ? അല്ല കയ്യിറക്കിച്ച് കാണുമ്പോൾ മനസ്സിലാവണ്ടേ. ആയി വാ ഇപ്പം സെറ്റായി. ആ കനലിൽ സാധനം ഇങ്ങനെ കടന്ന് കണ്ടോ ഇങ്ങനെ ബന്ധോളും. ഞാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെത്തി ഇറക്കാം. തിരിച്ചും മറച്ചൊന്നും വെച്ചോ, കരിക്കണ്ട. എന്നിട്ടല്ല ചൈനീസ് തുടക്കം കുളത്തിയാൽ മതി. നല്ലതടിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം മൂക്കുണ്ട് സാധനം മൂക്കുണ്ട്. വേണ്ടോ പൊട്ടിത്തെറിച്ചതാ അടിയത്തെ സൈഡ് നേരെ ആവുന്നുണ്ട്. അപ്പോൾ നേരെ ചെത്തി ഇങ്ങനെ എടുക്കാം. ഉണ്ടോ?
ഭയങ്കര ചൂടാണ്. ഇങ്ങനെ ചെത്തി ആയതായതേ ഇങ്ങനെ ചെത്തി ഇറക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. എടാ പെരുംചൂടാടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ. ഔ നല്ല മീറ്റാണല്ലോ. അപ്പോൾ നമ്മുടെ അടിപൊളി കണ്ടോ, തൊട്ട ചാടുന്ന സാധനം അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ മീറ്റ് ഇറങ്ങണ നോക്കിയത്. കയ്യിൽ തുണി വെച്ചിട്ട് സാധനം ചൂട് നിൽക്കണില്ലല്ലോ. അയ്യവാ, നീ ഇതെടുത്ത് മാറ്റണം, ചെത്തി ഇറക്കി ഇതെടുത്ത് മാറ്റണം. അമ്പലത്തിലെ പാട്ട് അപ്പോളേ എടുത്ത് മാറ്റിക്കോ നീ. അപ്പോൾ നിലത്തോളൂ. ഒന്നും കൂടി സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഒരു 2 റോളിനുള്ളത് ഇതിൽ കിടക്കട്ടെ. അപ്പോൾ കേട്ടോ കുറച്ച് മയനൈസ് വേണു, അതേമാതിരി കുറച്ച് സോസും പോട്ടെ. നമ്മളേ ഇതിൽ ക്യാബേജ് അമ്മാതിരി കണ്ണി കണ്ട സാധനം നിർന്നില്ല. വെറും ഫിഷിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ നമുക്ക് ചടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോസും പായിരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പ്രോ അല്ലാത്തതുകൊണ്ടും സാധനം നല്ല രീതിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് കൊണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടിക്കൂട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുബൂസേ ഒന്ന് നൈസിലും ചൂടാക്കി എടുക്കാം. നല്ല ചൂടുണ്ട്. ഗ്രില്ലിൽ വെച്ചെടുക്കാം. ഒരു ലക്ഷം മനസ്സ് ഒഴിക്കടോ വന്നേ. മതി ചീത്തപ്പേരുണ്ടാക്കരുത്. കുറച്ച് സോസ് ഒഴി. മതി. അപ്പോൾ ഇനി നമ്മുടെ ഫിഷ് ഷവർമ്മയുടെ വെട്ടിക്കൂട്ടി വെച്ച സാധനത്തിൽ നിന്ന് കുറച്ച് പോരെ. മദറാ വല്ലാണ്ട് സോസ് കൊണ്ടാ. മദറാ ബസ്. അപ്പോൾ റോൾ ചെയ്യല്ലേ നീ കഴിച്ചു തുടങ്ങിക്കോ. വല്ലാത്തൊരു വലിയ കടിയല്ലോ. കൈ ഒന്നും അറിയില്ല. അത്ര മതി. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സിട്രസിൻ്റെ സാധനം. സംഭവം ഞാൻ പറഞ്ഞതാണ്. ഫിഷിൻ്റെ സാധനമാണ്. എന്താ വ്യത്യാസം? നല്ല മീറ്റുള്ള സാധനമായിരുന്നു. അത്യാവശ്യം ഫിഷാണെന്നും അറിയണില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്. ടേസ്റ്റ് ഉണ്ട്, സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ മീൻ കഴിക്കുമ്പോൾ ഞങ്ങൾ കൊളായെന്ന് വിചാരിച്ചത്. ഇത് കിട്ടുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നോർമലി സാധനം ഗ്രില്ല് ചെയ്തിട്ട് ചെത്തിയിട്ട് ആ പീസ് അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു വലിയ സുഖം തോന്നില്ല. പക്ഷേ ഇതാക്കിയിട്ട് മയനസും സോസും ഒക്കെ വെച്ചിട്ട് സാധനം ചെയ്യുമ്പോൾ, കുബൂസും വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഷവർമ്മയുടെ നല്ല രീതിക്ക് സംഭവം സെറ്റായി വരുന്നുണ്ട്. പച്ചച്ചൂരൊന്നുമില്ല, അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. പച്ചച്ചൂരും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഫുൾ മീറ്റിൽ ഈ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിയാവില്ല. ചിക്കനിൽ പോലും ഫുൾ മീറ്റിൽ ചിലപ്പോൾ ഈ ടേസ്റ്റ് കിട്ടിക്കോളണമെന്നില്ല. സംഭവം നല്ല സാധനമാണ്. നമ്മൾ നല്ല സാധനം ഇല്ലാന്നേ ഉള്ളൂ. കുറച്ച് പുറത്ത് വെക്കാം. ഒന്നാമത് വേഗം വേവും. പിന്നെ രണ്ടാമത്തെ സാധനം ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. ചെത്താനും വെട്ടിയെടുക്കാനും അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ. എന്തായാലും ഈ സാധനം അടിപൊളിയാണ്. പോരാതിന് കുറച്ച് സിട്രസ് ഒഴിയുമ്പോൾ അല്ലോ കേട്ടോ, സിട്രസ് കിട്ടപ്പോൾ സാധനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മുന്നോട്ട്
മുള്ളുണ്ടാവും മീനാത്രേ. അത് വെച്ചിരിക്കണ ആൾ ശ്രദ്ധിക്കാൻ. സംഭവം ഇനി റോളാക്കാനൊന്നും ടൈമില്ല. നമ്മൾ ചെത്തി സെറ്റപ്പാക്കി വെച്ച സാധനമാണ്. ഇല്ല, ഈ സിട്രസ് ഒന്നും ഇല്ലാണ്ട് തന്നെ സാധനം വലിയ ചടപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫിഷാണ് ഗ്രില്ല് ചെയ്ത് കട്ടി എടുത്താണെന്നുള്ളൊരു തോന്നലൊന്നുമില്ല. സാധനം അതിന് മാത്രമല്ല ഉണ്ട്. സംഭവം ഒക്കെ സാധനം പറ്റി. നേരെ വേവും ചെയ്തുണ്ടോ. ഫ്ലേവർ ഒരു പൊടിക്ക് കമ്മിയാവും. കാരണം നമുക്ക് നേരെ വരട്ട് സാധനം എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ വറുത്തെടുക്കാൻ പറ്റില്ല. നല്ല ഇറച്ചിയുള്ള ഫിഷ് അതിൻ്റെ ഉള്ളിലത്തെ മീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാണെങ്കിൽ പിന്നെ ഇഞ്ചക്റ്റ് ചെയ്യണം. ആ ഒരു വൈബിക്ക് വരണം. അപ്പോൾ അത് നടക്കുന്ന വലിയ പരിപാടിയല്ല. അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്തായാലും ശരിയാവില്ല എന്നാണ് കരുതിയത്. പക്ഷേ സാധനം ശരിയായി, കഴിക്കാൻ സെറ്റപ്പായി. പോരാതെ കറക്റ്റ് ടൈം, അമ്പലത്തിലെ പാട്ട്, നല്ല സാധനം, നല്ല ഷവർമ. മുള്ളുണ്ട് കേട്ടോ. മീനാത്രേ മുള്ളുണ്ടാവും. പകപോക്കുകയാണല്ലേടാ. അപ്പോഴേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. എന്താ വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതേമാതിരി സാധനം സെറ്റപ്പാണ്. ഞാൻ മെനക്കാടാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ എന്തായാലും ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ പോവാം.